പ്രേക്ഷകരെ, ലഹരിക്കെതിരായ പോരാട്ടം നമ്മൾ ആ SKN40 സമാപനം കൊണ്ട് നിർത്തില്ല എന്ന് പറഞ്ഞിരുന്നു. ഇനി നമ്മൾ ഓരോ ഇടങ്ങളിലേക്ക്, നമുക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഓരോ ഇടങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുകയാണ്. കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ രാസലഹരി വിൽപ്പന വർദ്ധിക്കുന്നതായി വെളിപ്പെടുത്തൽ. MDMAയ്ക്ക് അടിമയായ യുവാവാണ് മയക്കുമരുന്ന് വിതരണ ശൃംഖലയെക്കുറിച്ച് വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത്. ബംഗളൂരുവിൽ നിന്നാണ് ജില്ലയിലേക്ക് രാസലഹരി കൂടുതലായും എത്തുന്നതെന്ന് ഇയാൾ പറയുന്നു. 24 എക്സ്ക്ലൂസീവ്. കർണാടകത്തിൽ നിന്ന് കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളിലേക്കും MDMA ഉൾപ്പെടെയുള്ള അതിമാരകമായ ലഹരി വസ്തുക്കൾ എത്തുന്നു എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്വേഷണവുമായി ഇറങ്ങിയത്. ആ യാത്രയിൽ കണ്ടതും കേട്ടതും ഞെട്ടിപ്പിക്കുന്നതാണ്. MDMA മാത്രം 3 തരത്തിലുണ്ടെന്ന് വർഷങ്ങളായി ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ വെളിപ്പെടുത്തുന്നു. ഇലുമിനാറ്റി എന്നും ലൂസിഫർ എന്നും ഓമന പേരിട്ട് വിളിക്കുന്നവ വേറെയും. ജില്ലയിൽ ഉപ്പള, പൈവളിക ഭാഗങ്ങളിലാണ് MDMA പോലുള്ള സിന്തറ്റിക് ലഹരികൾ കൂടുതലായും എത്തുന്നത്. കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ജില്ലയായതിനാൽ പോലീസിന്റെയും എക്സൈസിന്റെയും കണ്ണുവെട്ടിച്ച് ലഹരി എത്തിക്കാൻ എളുപ്പമാണ്. ഉപ്പളയ്ക്ക് പുറമെ കാസർഗോഡ് ടൗൺ, കാഞ്ഞങ്ങാട്, പടന്നക്കാട്, പടന്ന, തൃക്കരിപ്പൂർ പ്രദേശങ്ങളിലും ലഹരി മാഫിയ പിടിമുറുക്കി കഴിഞ്ഞു. ജില്ലയിലേക്കെത്തുന്ന രാസലഹരിയെക്കുറിച്ച് അന്വേഷിച്ചിറങ്ങിയ 24 സംഘത്തിന് മുന്നിൽ ലഹരിക്കടിമയായ യുവാവിന്റെ പ്രതികരണം ഇങ്ങനെ. ആദ്യം ലഹരി പദാർത്ഥം വൈറ്റാണ്, അത് കഴിഞ്ഞ് വന്നതാണ് ക്രിസ്റ്റൽ മെത്ത്, അത് കഴിഞ്ഞ് MDMA എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്ത് ടോട്ടൽ 3 ബിസ്ലറി. ലാസ്റ്റ് വന്നതാണ് കോബ്രാസ് എന്ന് പറഞ്ഞ ആണ്. അതിലെടുത്ത് പെൺകുട്ടികളും ആൺകുട്ടികളും അതിലെല്ലാം അടിമപ്പെട്ടതാണ്. കല്യാണം കഴിഞ്ഞതായാലും കല്യാണം കഴിയാത്തതായാലും. ബംഗളൂരുവിൽ നിന്നാണ് MDMA ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകൾ എത്തുന്നതെന്നും ഇവ കേരളത്തിലേക്ക് എത്തിക്കുമ്പോൾ മായം ചേർക്കുന്നുവെന്നും യുവാവിന്റെ പരാതി. ഇവിടുത്തെ ലഹരി പദാർത്ഥ MDMAയിലേക്കും ബാംഗ്ലൂരിലേക്കും ഒരുപാട് വ്യത്യാസമാണ്. നാവെല്ലാം തഴഞ്ഞു പോവും, ഉരിഞ്ഞു പോവും. ബാംഗ്ലൂരിൻ്റെ MDMA ബായ് പൊളക്കാൻ പറ്റൂല, ഭക്ഷണം പോകാറില്ല. ഇവരായിട്ട് ജ്യൂസായിട്ടാണ് IST യൂസ് ചെയ്യാറ്. ഫേക്കാണ്. ഇപ്പോൾ ഇവർക്കായിട്ട് പേഴ്സണൽ ഉണ്ട്. പെൺകുട്ടികൾ പല ആൾക്കാരുടെ മുടിയെല്ലാം ഒഴിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ വെള്ളമെല്ലാം ഒരു ചീഞ്ഞ നാറ്റാണ്. ജില്ലയിലെ ലഹരി ശൃംഖലയുടെ വ്യാപനം വലിയ തോതിലുണ്ടെന്നും പോലീസും എക്സൈസും പരിശോധന കർശനമാക്കിയെന്നും ഉദ്യോഗസ്ഥർ. മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും മറ്റും കടത്ത് വളരെ വ്യാപകമായിട്ട് ഉള്ള ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. അതിൽ പ്രധാന NH വഴിയും അതുപോലെയുള്ള റോഡുകൾ വഴിയുള്ള കടത്തിനെ പോലീസ് പ്രതിരോധിക്കുമ്പോൾ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഊടുവഴികളും വനത്തിനോട് ചേർന്നുള്ള വഴികളും മറ്റും ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളിലേക്ക് രാസലഹരി എത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതോടെ പോലീസ് ജാഗ്രത തുടരുകയാണ്. അതിർത്തി മേഖലകളിൽ എക്സൈസും പോലീസും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. തലപ്പാടി ചെക്ക് പോസ്റ്റ് മാത്രമല്ല, എക്സൈസിൻ്റെയും പോലീസിൻ്റെയും കണ്ണുവെട്ടിച്ച് അതിമാരക മയക്കുമരുന്നുകൾ കാസർഗോഡ് ജില്ലയിലേക്ക് എത്തിക്കാൻ കർണാടകത്തിൽ നിന്ന് നിരവധി ഊടുവഴികളുണ്ട്. ഇതിന് ഇടനിലക്കാരാവുന്നതാവട്ടെ ഡോക്ടർമാരും കോളേജ് വിദ്യാർത്ഥികളും വ്യവസായികളും ഉൾപ്പെടുന്ന വലിയൊരു ശൃംഖലയും. പഴുതടച്ച് അന്വേഷണം നടത്തിയാലേ ഇതിൻ്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് നമുക്കെത്താൻ സാധിക്കൂ. ഒപ്പം കനത്ത ജാഗ്രതയും ഉണ്ടാവണം. വിജയ് ഷണങ്കൂറിനൊപ്പം അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്.